ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച മാർച്ച് 18. ഇന്ന് മരണത്തിരുന്നാളാണ്. ഔസേപ്പിതാവിൻ്റെ മരണത്തിരുന്നാളാണ് മാർച്ച് 19. അപ്പോൾ ഇന്ന് പാവർട്ടി പെരുന്നാളാണ്. പാവർട്ടിയിലാണ് ഏറ്റവും വലിയ ആഘോഷം. എല്ലാ പള്ളികളിലും ഊട്ടുതിരുന്നാളാണെങ്കിൽ പോലും പാവർട്ടി പള്ളിയിലാണ് മാർച്ച് 19 എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലുള്ള മരണത്തിരുന്നാളിൻ്റെ ആഘോഷം. കാരണം ഞങ്ങൾ കുറേ വർഷം, ഒരു 25 വർഷത്തോളം ഞങ്ങൾ പാവർട്ടിയിലായിരുന്നു. പള്ളിയുടെ തൊട്ടടുത്ത്, നമ്മളുടെ പറമ്പിൽ പള്ളി എന്ന് പറയുന്ന അത്രയും അടുത്തായിരുന്നു. അപ്പോൾ ആ ദിവസത്തെ കുറേ ഓർമ്മകളും കാര്യങ്ങളും ആ സമയത്തെ ഒരു 32 വർഷം മുമ്പ് ഈ ദിവസമാണ് ഡിംപിളുടെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ചത്. അന്നൊക്കെ ഒരു വയസ്സിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുക എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ, അന്നല്ല ഇന്നുണ്ട്. അപ്പം അന്ന് മാർച്ച് 15 ബർത്ത്ഡേ ഇടദിവസം ആയതുകൊണ്ട് 19 മരണത്തിരുന്നാളിന് എല്ലാവരെയും വിളിച്ചിട്ട് 20 നമ്മളന്ന് ആഘോഷിച്ചത്. ഒരു ശനിയാഴ്ചയായിരുന്നു അന്ന് മാർച്ച് 19 കേട്ടോ. എനിക്കിപ്പോഴും ഓർമ്മയാണ്. അമ്പ് വരുമ്പോൾ, തേര് വരുമ്പോൾ നമ്മളെല്ലാ റൂട്ടിൽ പോയി നിന്ന് നോക്കണതും, പിറ്റേ ദിവസം ബർത്ത്ഡേക്കുള്ളവരെയൊക്കെ തലേ ദിവസം ക്ഷണിച്ച എല്ലാ പെങ്ങന്മാരും ചേട്ടനന്യന്മാരും എല്ലാവരും കൂടിയതും ഒക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ ഓർമ്മ വരും. അപ്പോൾ മാർച്ച് 19 എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരിക എൻ്റെ അപ്പച്ചനെയാണ്. അപ്പച്ചൻ്റെ ബർത്ത്ഡേ മാർച്ചിലാണ്. അപ്പോൾ ഈ ദിവസങ്ങളിലാണ്. അപ്പോൾ ആ ദിവസം ഈ മരണത്തിരുന്നാളിലാണ് ഞങ്ങൾ, അപ്പച്ചന് ഭയങ്കര വിശ്വാസമാണ് ഔസേപ്പിതാവ് എന്ന് പറഞ്ഞാൽ. അപ്പച്ചൻ എന്താ പറയുക, അത് വിട്ടിട്ട് കൊച്ചിയിൽ നിന്ന് വരുമായിരുന്നു പാവർട്ടി പെരുന്നാൾക്ക്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ശരിക്കും മാർച്ച് 19 എന്ന് പറയുമ്പോൾ ഓർമ്മ വരിക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഔസേപ്പിതാവിൻ്റെ എല്ലാ അനുഗ്രഹവും നമ്മൾ ഇത് കാണുന്നവരിൽ ഒക്കെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇനി മാർച്ച് 18 വിശേഷം. ചൊവ്വാഴ്ച പതിവുപടി ഇതേ രാവിലെ എണീറ്റു. എന്താ പറയുക, രാവിലെ ഇന്ന് എന്തിട്ടായിരുന്നു, ഇന്ന് ദോശയല്ലേ, എനിക്ക് ഓർമ്മ കിട്ടണില്ല കേട്ടോ. പുട്ടായിരുന്നു, ഗോതമ്പ് പുട്ടായിരുന്നു കേട്ടോ. ഞാനത് ഓർമ്മ കിട്ടണില്ല എനിക്ക്, രാവിലത്തെ കാര്യമല്ലേ. അപ്പോൾ കണ്ട നല്ല സൂപ്പർ ഗോതമ്പ് പുട്ടായിരുന്നു. പുട്ടും കടലയും ഞാൻ ഭയങ്കരമായിട്ട് തിന്നു. ഇന്ന് കുറേ കൂടുതൽ കഴിച്ചു. ഞാൻ കുട്ടികളോട് പറയുകയും ചെയ്തു കുറേ കൂടുതൽ ഇന്ന് കഴിച്ചു എന്നുള്ളത്. എനിക്ക് സ്വതവേ ഇഷ്ടമാണ് ഗോതമ്പ് പുട്ട് വെറുതെ തിന്നാൻ. കുറച്ചധികം നാളികേരമൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദല്ലേ. അപ്പോൾ അത് കൂടാണ്ട് കുറച്ച് ഞാൻ കടല കൂട്ടിയും കഴിച്ചു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിള്ളേർസ് ഓരോരുത്തർ ഇറങ്ങിപ്പോയി തുടങ്ങി. അപ്പോൾ ഇന്നലെ പാച്ചു ഈ ഷർട്ടായിരുന്നു, ഇന്ന് തോമു ക്രിസ്മസിൻ്റെ ഷർട്ടാണ് കേട്ടോ. ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഷർട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റെഡും വൈറ്റും ഗ്രീനൊക്കെ കൂടെ ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് അപ്പയാണ് കുട്ടികളെ കൊണ്ടുവന്നാക്കണത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ, നിങ്ങൾക്കറിയാലോ ഈ സമയമാകുമ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കും. കുട്ടികൾ പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് അകത്ത് കയറുക. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ കുട്ടികൾ ചോദിക്കാറുണ്ട്, എന്തിട്ട് മമ്മി ഇത്രയ്ക്കധികം നോക്കണേന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയാമായിരുന്നു, പെട്ടെന്നാണ് ഓരോരുത്തർക്ക് ഒഴിഞ്ഞു പോണത്. മാഷ് എന്താ പറയുക, ഇടയ്ക്ക് എനിക്ക് എന്തോ മാഷ് അവിടെ ഇങ്ങനെ നടക്കണ പോലെയൊക്കെ തോന്നും കേട്ടോ. അന്നൊന്നും ഇതുപോലെ വീട് കണ്ടിരുന്നില്ല. അവിടെയും കുറേ മരങ്ങളുണ്ടായിരുന്നു, നമ്മുടെ മുറ്റത്തും മരം ഉണ്ടായിരുന്നു. അങ്ങനെ ഡാഡി പുറത്ത് പോയി തിരിച്ച് വന്നു. ആ സമയത്ത് ഡിവൈൻ ഇന്ന് മുട്ട ഇരുമ്പുളി ഇട്ടാൽ വെച്ചേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇരുമ്പുളി എടുത്തിട്ട് ഡിവൈൻ ജ്യൂസ് അടിച്ചു. ഭയങ്കര ടേസ്റ്റാട്ടോ ഇരുമ്പുളി ജ്യൂസ്. പറയില്ല, നമ്മൾ മാങ്ങയാണോ അതാണോ ഇതാണോ എന്നൊക്കെ ചോദിക്കുക. ഒരിക്കലും ഇരുമ്പുളിയാണെന്ന് തോന്നില്ല. ഞങ്ങൾ കൊറോണയുടെ സമയത്താണ് ഇതുപോലെ അടിച്ച് കുടിച്ചിട്ടുള്ളത്. അപ്പം നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ 2 ഗ്ലാസ് ഒറ്റയടിക്കായിരുന്നു കുടിച്ചു. ഭയങ്കര എന്താ പറയുക, അത് കുടിക്കുമ്പോൾ ഭയങ്കര ഒരു സുഖം. ഈ ചൂട്ടത്ത് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് എന്ന് പറയില്ലേ, അങ്ങനെ. അപ്പോൾ ദേ ഇവിടെ ചാക്കോച്ചൻ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഒപ്പം വന്നിരുന്ന് ഇങ്ങനെ ഓരോന്ന് എടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചേട്ടന്മാർ പറയുന്ന കാര്യങ്ങളൊക്കെ ഏറ്റു പറഞ്ഞു തുടങ്ങി. അപ്പം ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ സംഭവം പേടിയാണ് ഞങ്ങൾക്ക്, വീഴാവോ എടുക്കാവോ എന്നുള്ള പേടിയാണ്. എന്നാലും കൂടെ അങ്ങനെ ഇരുത്തും കേട്ടോ. കാരണം അവനെ കൊണ്ട് അത്ര വലിയ ശല്യമൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഫോട്ടോസ് എടുത്ത അപ്പോൾ കുറേ പേരെ എന്നോട് 1 ലെയറിൻ്റെയും 2 ലെയറിൻ്റെയും കരിമണിമാല ചോദിക്കണം. പിന്നെ എന്താണ് എന്തൊക്കെ സംഭവമാണ്, എനിക്ക് ഓർമ്മ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ചില സമയത്ത് എനിക്ക് അങ്ങോട്ട് കിട്ടില്ല. ഇത് ഡയമണ്ടിൻ്റെ ആണ് കേട്ടോ. ഇതൊരു ഭയങ്കര ഭംഗി, ഈ ഒരൊറ്റ സെറ്റ് തന്നെയുള്ളൂ. അത് സോൾഡ് ഔട്ടായി. ഞാനിന്ന് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇട്ട വഴിക്കുക സംഭവം പോയി. അത് ഡയമണ്ട് ഫിനിഷാണ്. അതിൻ്റെ തന്നെ കമ്മലും ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ ഒറ്റ സെറ്റ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഞാൻ ഇങ്ങനെ ചെയ്ത് ഫോട്ടോസ് എടുത്ത് എൻ്റെ കയ്യോടെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് സെറ്റുകളൊക്കെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ ആ പറഞ്ഞ സെറ്റ്. ഭയങ്കര ഭംഗിയാണ്. പക്ഷെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗോൾഡ് കളറാവും. ഈ പ്ലേറ്റിങ്ങിലാണ് കംപ്ലീറ്റ് സിൽവറിൻ്റെ പാറ്റേൺ ആണ് അത് കേട്ടോ.
പിന്നെ ഇതൊക്കെ ലോക്കറ്റുകളാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ വില ചോദിക്കുമ്പോൾ ലോക്കറ്റിൻ്റെ വില സെപ്പറേറ്റ്, മാലയുടെ വില സെപ്പറേറ്റ് ആണ് പറയുക. അപ്പോൾ മാല ഇതുമ്മ ഉള്ള മാലയല്ല, നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നമ്മൾ മാലയിടും. അതായത് 6 പിടിയുടെ ചെറിയ മണി വേണോ, അല്ലെങ്കിൽ 8 പിടിയുടെ ചെറിയ മണി, 2 ലെയർ, ഏതാണ് മംഗല്യസൂത്ര കേട്ടോ, എനിക്ക് നേരത്തെ വിട്ടുപോയത് അതാണ്. അപ്പോൾ അതിൻ്റെ എങ്ങനത്തെയാണോ നിങ്ങൾക്ക് വേണ്ടത് അതുമ്മേ നമ്മൾ ആ മാല സെലക്ട് ചെയ്ത് നിങ്ങൾ ആവശ്യപ്പെടുന്ന ലോക്കറ്റ് ഇട്ട് തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോക്കറ്റിനും മാലയ്ക്കും സെപ്പറേറ്റ് റേറ്റാണ് കേട്ടോ. അപ്പോൾ ചെറിയ വിലയുടെ തൊട്ട് വലിയ വിലയുടെ വരെയുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും. പിന്നെ ഒക്കെ AD സ്റ്റോൺസാണ്. നോർമൽ സ്റ്റോൺസിൻ്റെ ഇത് ഇതിനകത്ത് ഈ കാണിക്കുന്ന സെക്ഷനിലില്ല. ഇത് നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ടെമ്പിൾസിൻ്റെ മാല, വള, കമ്മലൊക്കെ ഉണ്ടായിരുന്നത്, നെക്ലസ്, അതിൻ്റെ തന്നെ ഇങ്ങനെ വരുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഗോൾഡൻ ചെയിനുമ വേണമെങ്കിൽ ഇങ്ങനെ ഇടാം. ഇതിൻ്റെ ഒറ്റയ്ക്കുള്ള ലോക്കറ്റ് സെപ്പറേറ്റ് ഉണ്ട്, ഒരു ബോളായിട്ടുള്ളതുണ്ട്. ഇത് ലവിൻ്റെ ഉണ്ട്. ഇതൊക്കെ ഞങ്ങൾ കരിമണിയുമ്മ കോർത്തു എന്നുള്ളൂ. നിങ്ങൾക്ക് ഗോൾഡുമ്മ വേണമെങ്കിൽ ഇടാം, പേളുമ്മ വേണമെങ്കിൽ ഇടാം, എന്തുമ്മ വേണമെങ്കിലും ചേർത്ത് ഇടാം കേട്ടോ. അപ്പോൾ നമ്മളതൊരു ഭംഗിക്ക് കാണിക്കാനും എളുപ്പത്തിന് ഇങ്ങനെ ഇട്ടു എന്നുള്ളൂ. ഇത് ലവ് വളരെ എന്താ പറയുക, ഭയങ്കര ഭംഗിയായിട്ടുള്ള ഒരു ലോക്കറ്റാണ്. ഇതൊക്കെ ഗോൾഡ് ചെയിനും ഇടാനാണ് ഏറ്റവും ഭംഗി കേട്ടോ. ഇതുമ്മ കോർത്തത് നിങ്ങൾ നോക്കണ്ട, നേരിയ ഗോൾഡ് ചെയിൻ അതും നമ്മളുടെ കയ്യിലുണ്ട്. 6 പിടിയുടെ ഗോൾഡ് ചെയിനും അത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. ഇത് കുറച്ച് ഹെവി ഉള്ളതാണ്, നിറച്ച് കുട്ടി സ്റ്റോൺസാണ് കണ്ടോ. വളരെ ഡയമണ്ടിൻ്റെ സെയിം ഫിനിഷിംഗ് ആണ് സംഭവം. അങ്ങനെ ഇത് റൂബി വൈറ്റ്, പിന്നെ റൂബി, ചിലത് എങ്ങനെയാ വെച്ചാൽ ഒരേ ഡിസൈനിൽ റൂബി വൈറ്റും ഉണ്ടാവും. ചിലത് എങ്ങനെയാ വെച്ചാൽ ആ ഒരൊറ്റ ഡിസൈനിൽ തന്നെ ആ കളറിൽ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ ഇതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ ഒത്തിരി സ്ലോയിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ വേണ്ടിയിട്ട് ഉള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നല്ല വലിയ റൂബി സ്റ്റോൺസ് വെച്ചിട്ടുള്ളതാണ്, ഇപ്പോൾ നേരത്തെ കഴിഞ്ഞു പോയ സംഭവം. അപ്പോൾ ഇതൊക്കെ മാലകളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. നേരിയ മാലയുണ്ട്, ചെറുത്, വളരെ ചെറുത്. മംഗല്യസൂത്രയ്ക്ക് ചിലർ വളരെ ചെറുതാണ് യൂസ് ചെയ്യുക, അതുണ്ട്, വലിയതുണ്ട് നമ്മുടെ കയ്യിൽ. ഇനി ഇതിപ്പോൾ ലോക്കറ്റ് ഇല്ലാത്ത പാറ്റേണും വേറെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ഇന്ന് ലോക്കറ്റുള്ള സെക്ഷൻ മാത്രമാണ് ഫോട്ടോസ് എടുത്തത്. അപ്പോൾ ഇത് റൂബി മാത്രമുള്ള ലോക്കറ്റാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റൂബി വൈറ്റ് ഉണ്ട്, റൂബി ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, ഇത് റൂബി മാത്രമുള്ളതാണ്. പിന്നെ ഇത് വൈറ്റ് 4 വട്ടായിട്ടുള്ള ടൈപ്പ്. ഇത് എങ്ങനെയാ വെച്ചാൽ കാണാൻ നല്ല രസമാണ്. ഫുൾ ഈ പറഞ്ഞ പോലെ സ്റ്റോൺസാണ്. ഇത് ലക്ഷ്മിയുടെ നോർമൽ ലോക്കറ്റ്. പിന്നെ ഇത് 1 സൈഡ് ആയിട്ടുള്ളത് 3 ലെയറിൻ്റെ. ഇത് 1 സൈഡിൽ, ഒറ്റ സൈഡിൽ മാത്രം ഇങ്ങനെ ഒരു ലോക്കറ്റും, ബാക്കി ഇങ്ങനെ എന്താ പറയുക മുഖപ്പൂ പോലെ ഇത് ഇവിടെ കിടക്കും കേട്ടോ. അങ്ങനെ ഇത്രയാണ് നമ്മുടെ കരിമണിയിൽ ലോക്കറ്റ് സെക്ഷനിലുള്ള സംഭവങ്ങൾ. അപ്പോഴേക്കും ഉച്ച സമയമായി. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു ഡിമ്പിളുടെ വകയായിരുന്നു തോന്നുന്നു ഉച്ചയിലത്തെ സംഭവം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ കിച്ചണിലേക്ക് അധികം, ഇവർ 2 പേരും കൂടിയിട്ട് എന്തൊക്കെയോ ചെയ്യും. ഞാൻ ഭക്ഷണം കഴിക്കണ നേരത്ത് ഞാൻ കാണും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കാണുമ്പോൾ ഇവിടെ യൂസർ ചേച്ചി ഉണ്ട്. ആ ചേച്ചി ഇപ്പോഴും വന്നു പോയിക്കൊണ്ടിരിക്കേണ്ട, അതിൻ്റെ ഒരു സന്തോഷമല്ല, അത് വന്ന് പൊക്കോട്ടെ എന്ന് വിചാരിക്കും. ഞാൻ അധിക ഭാഗം റിമൂവ് ചെയ്ത് കളയും. കാരണം അതിന് ഈ വായെ തോന്നി ഇത് കോതയ്ക്ക് പാട്ട് എന്ന് പറയണ പോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കണം. അത് അതിൻ്റെ പണിക്ക് പൊക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാനും. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ പറയും, നിങ്ങൾ മേശപ്പുറത്തിരുന്നിട്ട് തിന്നുള്ളൂ, പെൺകുട്ടികൾ പണിയെടുക്കും, ഇതാണെന്നൊക്കെ പറയും. അതിൻ്റെ വീട്ടിലത്തെ ശീല തോന്നുന്നുണ്ട്, അത് വിട്ട് കളഞ്ഞേക്ക്. നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ കിടക്കുക വേണ്ട. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞു. ഉച്ചയ്ക്ക് സുഖമായിട്ട് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി എണീറ്റതിന് ശേഷം ഡിംപിളും ഡാഡിയും മോനും കൂടിയിട്ട് അവൻ്റെ മുടി ഹെയർ കട്ടിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒന്ന് പുറത്ത് പോയിട്ടോ. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് വേഗം തുണികളൊക്കെ എടുത്ത് അകത്തിട്ട് അത് ഒക്കെ ഒന്ന് മടക്കി അതാത് റൂമുകളിലൊക്കെ കൊണ്ടുവന്ന് വെച്ച്, അത് കഴിഞ്ഞിട്ട് പട്ടികൾക്ക് അവർക്കുള്ള ഫുഡ് കൊടുക്കണ ഒരു പരിപാടി ഉണ്ടല്ലോ, അവർക്കുള്ള ചോറൊക്കെ ഇതിൻ്റെ ഇടയിൽ വേവിച്ചു, അതിന് അവർക്കുള്ള ഫുഡ് കൊടുത്തു. അവർക്ക് എത്ര ഇറച്ചി കൊടുത്താലും എൻ്റെ കയ്യിൽ നിന്ന് 2 ഉരുള അവർക്ക് കിട്ടണം. അത് തന്നെ നമ്മുടെ ചാക്കോച്ചനും എത്ര ആര് കൊടുത്താലും ഞാൻ 2 ഉരുള ചോറ് കൊടുത്തില്ലെങ്കിൽ അവനൊരു സമാധാനക്കേടാട്ടോ. അപ്പം ഞാൻ പറയും, പട്ടിയും ചാക്കോച്ചനാണ് ഒരുപോലെ വാശി പിടിക്കുന്നവർ, ഞാൻ മമ്മി വരണം എന്നുള്ളത് എന്ന് പറയും കേട്ടോ. അങ്ങനെ സന്ധ്യ നേരമായി. അത് കഴിഞ്ഞ് കുട്ടികളെയും കൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ നനയും കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് പിള്ളേർസ് ഇറങ്ങിയത്. അങ്ങനെ അവരുമായിട്ട് കുറേ നേരം ഉമ്മർത്ത് നിന്ന് കുറേ ചിരിയും കളിയും വർത്താനവും ബഹളമൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴാണ് ഡിംപിളും ഡാഡിയൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ പാച്ചും തോമും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് നേരത്തേക്ക്. അത് കഴിഞ്ഞപ്പോഴാണ് അവർ വന്നത്. അവരും കൂടി വന്ന് കഴിയുമ്പോഴാണ് പിന്നെ ഇവിടെ ആകെ ഒരു ബഹളം. അതുവരെ ചേട്ടനും അനിയനും 2 സ്ഥലത്ത് നിന്ന് കളിക്കുള്ളൂ. പാച്ചും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മേളാണ് അവിടെ കേട്ടോ. അങ്ങനെ
അവർ കുറേ സാധനങ്ങൾ വാങ്ങിക്കാനും എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു നാളെ ഡിമ്പിളിൻ്റെ വീഡിയോയിൽ ഉണ്ടാവും തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഡിമ്പിളിനെയും ഡിവൈനെയും എന്നേക്കാൾ കൂടുതലായിട്ട് കുട്ടികളെ സപ്പോർട്ട് ചെയ്യണം. അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ പറ്റുന്ന സമയത്ത് വ്യൂസ് കുറയുമ്പോൾ അവർക്ക് ഭയങ്കര എന്താ പറയുക ഒരു വിഷമമാണ്. വ്യൂസ് കുറഞ്ഞല്ലോ, അപ്പോൾ ഇടാനായിട്ടുള്ള ഒരു ഉത്സാഹമില്ല അവർക്ക്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം അവരെ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാൻ ഇനിയിപ്പോൾ ഈ പറഞ്ഞതിനും യൂസർ ചേച്ചിയുടെ കമൻറ്റ് ഉണ്ടാവും. ഞാൻ ഇനി വരുന്ന കമൻറ്റ്സ് ഒന്നും ഞാൻ കളയില്ല കേട്ടോ. നിങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോളൂ, കാരണം അത് കാണാൻ 1.5 കമൻറ്റ്സാണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ കോമഡിയാണ്, അതുകൊണ്ടാണ്. അങ്ങനെ പാച്ചു മുടിയൊക്കെ വെട്ടി റെഡി ആയിട്ട് വന്നു. ഫ്രീക്കനായിട്ടാണ് വന്നേക്കണേ. അപ്പോൾ ബബിൾസും കൊണ്ടാണ് വന്നത്. അപ്പോൾ കുറച്ച് നേരം മുറ്റത്ത് നിന്ന് കളിക്കാനായിട്ട് അവരെ ഇട്ടു. അങ്ങനെ എനിക്ക് ഡിമ്പിളുടെ ഈ ഫ്രോക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോഴാണ് പറയണത് 1 വർഷം മുമ്പ് തൊട്ടുള്ള. ഇപ്പോഴല്ലേ ഞാൻ ഇവളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണുന്നതൊക്കെ അവിടെയല്ലേ ഇട്ടിരുന്നത്. അങ്ങനെ നമ്മളുടെ ഞാൻ പറഞ്ഞു ഇന്ന് നമുക്ക് ബെഡ്റൂം ഒതുക്കാമെന്ന്. അപ്പോൾ ഞാൻ ഓൾറെഡി 2 വലിയ ബോക്സ് മറ്റേ ഇതിൻ്റെയാണ് നമ്മുടെ AC-യുടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇതിൻ്റെ മുകളിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചേ. പക്ഷേ നോക്കിയപ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടി എളുപ്പം ഇങ്ങനെ വെക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മൊത്തം ഒന്ന് അഴിച്ചു പടുതു. എല്ലാതും ഉള്ളിലൊക്കെ ഒന്ന് തുറന്ന് നോക്കി രണ്ടാമത് പാക്ക് ചെയ്തു. കാരണം നിങ്ങൾ പെട്ടെന്ന് കാണുമ്പോൾ ഇതൊക്കെ ഇൻഡസ് വാലിയുടെ ബോക്സാണ്, പക്ഷേ ഇതിനകത്തുള്ള സാധനങ്ങളും ഒന്നും അതിലത്തെ സാധനങ്ങളല്ല. കുറേയൊക്കെ നമ്മളുടെ സാധനങ്ങളും പിന്നെ കുറച്ചൊക്കെ അതിലത്തെ പാത്രങ്ങൾ 1-2 ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഞാൻ അന്ന് ഡിമ്പിളിന് ബാംഗ്ലൂർക്ക് പോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അറ്റകുറ്റ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ മൊത്തം വലിച്ചിട്ടു, റൂമിൽ ഫുൾ വലിച്ചിട്ടിട്ട്. നല്ല പൊടി ഉണ്ടായിരുന്നു. പൊടി തന്നെ അത്ര കൂടുതൽ പൊടിയൊന്നുമില്ല, പക്ഷേ എന്നാലും നമ്മളറിയാലോ ഒന്ന് ഒതുക്കി പെറുക്കുക കണ്ടോ. അതിൻ്റെ മുകളിലൊക്കെ ചിലതിൻ്റെ മുകളിൽ മാത്രം പൊടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെങ്ങനെ വാക്വം ചെയ്യണമെന്ന് പറഞ്ഞാലും പൊടി നന്നായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഒരു മേക്കപ്പ് ബോക്സ് ഒരു ഓർമ്മയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു എനിക്ക് തോന്നുന്നു 8ാമത്തെ വർഷമാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത് ഈ ഒരു മേക്കപ്പ് ബോക്സ്. അപ്പോൾ അത് കേടൊന്നും ആയിട്ടില്ല, എന്നാലും ഞാൻ പറഞ്ഞു അതവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഡിമ്പിൾ ഒരിക്കൽ വാങ്ങിയിട്ടുള്ള മേക്കപ്പ് ബോക്സാണത്. അപ്പോൾ അത് ഞാൻ അവിടെ സൂക്ഷിച്ച് ഇപ്പോഴും എടുത്ത് വെച്ചിരിക്കാം കേട്ടോ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പിള്ളേർസ് പാച്ചു ശരിക്ക് കുളി കഴിഞ്ഞ് വന്നതാണ്, പക്ഷേ പിന്നെയും കുളിപ്പിക്കേണ്ടി വന്നു. കാരണം ഈ മുറിയിലും അപ്പടി പൊടിയായിരുന്നു. ചാക്കോച്ചൻ്റെ ഇരുന്ന് കാണിച്ചു കൊടുക്കുക. ഇവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കണ്ണെഴുതാൻ, പൊട്ടിടാൻ. നിങ്ങൾ കണ്ടില്ലേ എന്നാളൊരു ദിവസം. അപ്പം അങ്ങനെ ഡിമ്പിളിന് അവനെ ഇരിക്കാൻ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ട് പോയിട്ട് ഐബ്രോ എടുത്തിട്ട് ഒന്ന് മീശയൊക്കെ ഒന്ന് വരച്ചു കൊടുത്തു കേട്ടോ. മൂപ്പർക്ക് ഭയങ്കര ഹാപ്പിയായി. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് അക്കിക്കും വാട്സപ്പ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ മെയിനായിട്ട് ഈ വക വേഷം കെട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തപ്പോൾ അക്കി ചട്ടമ്പി തെമ്മാടി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി മൂപ്പർക്ക് കേട്ടോ. അപ്പോൾ പാച്ചു നോക്കുക ഭയങ്കര അതിശയത്തിൽ ഇങ്ങനെ ഉണ്ടോ എന്നുള്ള ധാരണയിൽ. അപ്പോൾ മൂപ്പർക്ക് ഭയങ്കര സ്റ്റൈലാണ്. ഞാൻ കണ്ണാടിയുടെ മുമ്പിലൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ എനിക്ക് കണ്ടപ്പോഴും എനിക്കും ഭയങ്കര ഇഷ്ടമായി. എന്താ പറയുക, ഒരു നല്ല കൗതുകമുണ്ട്. അവന് ചേരുന്നുണ്ട് ആ ഒരു കൊമ്പമീശയും അത് ഊശാന്താടിയൊക്കെ കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ എല്ലാതും തുടച്ച് രണ്ടാമത് കയറ്റി വെച്ചു. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മൾ ചില സംഭവങ്ങൾ കാണുമ്പോൾ ഭയങ്കര ഓർമ്മയുണ്ടാവുമല്ലോ. ഇത് ബിനോജ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു ആർട്ടിസ്റ്റിൻ്റെ ഹസ്ബൻഡായിരുന്നു, മരിച്ചു. മരിച്ചു. ഞാൻ പറഞ്ഞു ഇത് തരാൻ വേണ്ടിയിട്ട് അവൻ എന്നെ കാണാൻ വന്ന പോലെ ഞങ്ങളുടെ വീട് മാറ്റത്തിന് 30 വർഷത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അന്ന് അവൻ വന്ന് എനിക്ക് തന്നു പോയതാണ്. പിറ്റേ വർഷം അവൻ മരിച്ചു. അപ്പോൾ അത് എനിക്ക് എന്താ പറയുക, ഇപ്പോഴും അത് കാണുമ്പോൾ ഞാൻ പറയും ഇത് തരാൻ വേണ്ടിയിട്ട് ഇവനെ ഓർക്കാൻ വേണ്ടിയിട്ടാണോ ഇവൻ ഇങ്ങനൊരു സംഭവം കൊണ്ടുവന്നത്. ഹൗസ് വാമിങ്ങിന് ഡിമ്പിളുടെ റൂമിൽ ഒരു വലിയ ബട്ടർഫ്ലൈ ഇരിക്കുന്നുണ്ട്, ഇതുണ്ട്. ഇത് രണ്ടുമാണ് അവൻ അന്ന് കൊണ്ടുവന്നത്. രണ്ടും എന്താ പറയുക, എപ്പോഴും നമ്മൾ മരണം വരെ നമ്മൾ ഒരിക്കലും കളയില്ല ഇങ്ങനൊരു സാധനം, നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടും. അപ്പോൾ അവൻ പറയുകയും ചെയ്തു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ കൊണ്ടുവന്നതെന്ന്. പക്ഷെ അവൻ മരിക്കുന്ന അവനോ നമുക്ക് ആർക്കും പ്രതീക്ഷയുണ്ടായിരുന്നില്ല. അങ്ങനെ ചെറുപ്രായത്തിൽ പോയ ഒരു മോനാണ്. എനിക്ക് മോനെ പോലെ തന്നെയായിരുന്നു കേട്ടോ അവൻ. അങ്ങനെ രാത്രിയിലത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇന്ന് നല്ല സൂപ്പർ പൊട്ടറ്റോ കറിയായിരുന്നു കേട്ടോ. ഡിവൈൻ്റെ സ്പെഷ്യലായിരുന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞാൻ പറയുകയും ചെയ്തു നല്ല ടേസ്റ്റുള്ള കറിയെന്ന്. അങ്ങനെ നമ്മളുടെ ഇവർക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് രാത്രിയിലേക്കുള്ള ഇറച്ചിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് സുഖമായിട്ടുള്ള ഉറക്കമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മഴയുടെ അന്തരീക്ഷം ഉള്ളത് കൊണ്ട് ചൂടില്ല വല്ലാണ്ട്. അപ്പോൾ ഞാൻ കർട്ടൻ ഓരോ സെക്ഷനായിട്ട് കഴുകാൻ വേണ്ടിയിട്ട് എടുത്ത് ഞാൻ ആദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ പൊടി മുഴുവൻ കളഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെ തോരയിടും. എന്നിട്ട് അതിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടുക. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെ വന്നാലും ഈ നെറ്റല്ലേ പൊടി നല്ലോണം ഉണ്ടാവും.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഓരോ ഭാഗം ഒതുക്കി. അപ്പോൾ ഞാൻ എന്ത് കാണിച്ചെന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ടുവരണം, ആ വലിയ ബോക്സ്, നല്ല ബലമുള്ള ബോക്സ്. അപ്പോൾ ഞാൻ എന്ത് കാണിച്ചു വെച്ചാൽ അതിലേക്ക് മാറ്റി ഇവരുടെ കുറച്ച് സാധനങ്ങൾ, പട്ടികളുടെ ഫുഡും കാര്യങ്ങളൊക്കെ പതുക്കെ അതിലേക്ക് മാറ്റിയിട്ട്. അപ്പോൾ കുറേ പേര് ചോദിച്ചായിരുന്നു ഈ ഫോട്ടോ. എനിക്ക് പേഴ്സണലി കുറേ പേര് മെസ്സേജ് അയക്കുന്നവരുണ്ട്. അപ്പോൾ അവർ ആ ആൻറ്റി വർക്ക് ഏരിയയിൽ കാണിക്കുന്ന ഫോട്ടോ ഒന്ന് ക്ലോസ് കാണിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനത് അങ്ങനെ കാണിച്ചത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിലേക്ക് വന്നു. കിച്ചണിൽ വന്ന് എല്ലാ പരിപാടികളും കഴിഞ്ഞു. അപ്പോൾ ഞാൻ എപ്പോഴും കുറേ കുട്ടികൾ ഇപ്പോഴും ചോദിക്കേണ്ടത് എന്തിനാണ് ഈ വെള്ളം വെക്കണേ എന്നുള്ളത്. വേറെ ഒന്നുമല്ല, ഒരു നേരം വെളുക്കുമ്പോൾ ഐശ്വര്യമായിട്ട് നിറഞ്ഞ ഒരു പാത്രം കാണാൻ വേണ്ടി അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ബെഡ്റൂമിലുണ്ടായിരുന്ന ഫ്ലവർ വേസാണ്, ഹൗസ് വാമിങ്ങിന് കിട്ടിയിട്ടുള്ളതാണ്. ആ റൂമിലേക്ക് അതിമ്മലത്തെ വില പോലും അതുമൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും ഞാൻ കഴുകിയപ്പോഴാണ് ഞാനത് കണ്ടത്. അങ്ങനെ പരിപാടികളൊക്കെ, കിച്ചണിലത്തെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് ഞാൻ നമ്മളുടെ മേശപ്പുറത്തേക്ക് വന്നു. കാരണം രാത്രിയിലേക്കുള്ള സംഭവങ്ങൾ, പാക്കിങ്ങും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് അവരാരുടെയൊക്കെ പാക്ക് ചെയ്ത് അവർ നീക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് സംഭവങ്ങൾ പാക്ക് ചെയ്യാണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ എനിക്ക് ഡിവൈൻ വരും. കുറച്ച് ഡിവൈൻ്റെ പാക്കിങ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഡിവൈൻ ഒന്നുകിൽ കുറച്ച് കഴിയുമ്പോൾ വരും, അല്ലെങ്കിൽ നാളെ രാവിലെ എണീറ്റ് പാക്ക് ചെയ്യും, അങ്ങനെ പറഞ്ഞ്. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് കുറച്ച്, അപ്പോൾ ഡിമ്പിളിൻ്റെ കൈ കൊണ്ട് വാഷ് ചെയ്യാനായിട്ട് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതും കൊണ്ട് ബാത്റൂമിലേക്ക് അവൾ പോയി. ഡാഡിയും മോനും ഉറങ്ങാൻ പോയി. ഡിവൈൻ വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്, അറിയില്ല എന്താ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ ചെടികൾക്ക് നനയ്ക്കാൻ വേണ്ടി വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബോട്ടിലാണ് വെള്ളം എടുക്കുക. അപ്പോൾ ഇത് ഇന്നലെ 1-2 പേര് ചോദിച്ചായിരുന്നു, അപ്പോൾ എന്ത് പറ്റി എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ തൽക്കാലം ഒന്നും പറയുന്നില്ല. ഞാൻ വിശദമായിട്ട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക്, ഞാൻ വിശദമായിട്ട് പറഞ്ഞ് കാണിച്ചു തരാം. കാരണം എനിക്ക് ഭയങ്കര സങ്കടം വന്ന ഒരു കാര്യമാണ്. നമ്മൾ വെള്ളം മുകളിൽ ഒഴിച്ച വഴിക്ക് നേരെ താഴെ വന്നിങ്ങനെ നിൽക്കുക. അപ്പോൾ അത് ഇപ്പം നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ എന്താണ് കാര്യം, എങ്ങനെയാണെന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. കണ്ടോ, ഇതുപോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഡോൺ ഇന്ന് എന്നോട് പറഞ്ഞു, മമ്മി ഇതെടുത്ത് കളയി, ഇനി ഇതിങ്ങനെ വെക്കല്ലേ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ചില സാധനങ്ങളോട് നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടമുണ്ടാവും. അത് നശിച്ചു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടി വരും. അതുപോലത്തെ ഒരു സംഭവമാണ് എനിക്ക് ഈ ഒരു ഇതിൽ വന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ബർത്ത്ഡേക്ക് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, വളരെ സ്നേഹത്തോടു കൂടി കുറച്ച് കുട്ടികൾ കൂടിയിട്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത സംഭവമാണിത്. അപ്പോൾ അതിൽ എഴുതിയിട്ടുള്ളതും അതുപോലെയുള്ള വേർഡിങ്സാണ്. അപ്പോൾ അത് എനിക്ക് എന്താ പറയുക, അത് മാറ്റിയിട്ട് ഈ ചെടി കളയാന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കര സങ്കടം. ഞാനിത് പലവട്ടം ഇത് വാങ്ങിയ സ്ഥലത്ത് അവരോട് ഇത് ഒരു 15 ദിവസം മുമ്പ് തൊട്ട് ഞാനത് അവരോട് പറഞ്ഞെങ്കിലും അവർ നമ്മളെ കുറ്റപ്പെടുത്താമെന്നല്ലാണ്ട് അതുകൊണ്ട് വേറെ ഗുണമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഏതാണെന്നുള്ളത് ഞാൻ വിശദമായിട്ട് ഞാൻ വീഡിയോ ഇടുന്നു, ഞാൻ അവരോടും പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരാളും ഇങ്ങനെ എന്താ പറയുക പോയിട്ട് ചതിയിൽ പെടരുതല്ലോ. അപ്പോൾ അങ്ങനെ ഡിമ്പിൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് തുണികൾ പുറത്ത് തോരയിട്ട് നാളേക്ക് വാഷ് ചെയ്യാനുള്ള കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ച് അതിൻ്റെ ഇതൊക്കെ ഇട്ട് ഇനി രാവിലെ എണീറ്റ വഴിക്ക് അതിട്ട് വാഷ് ചെയ്താൽ മതിയല്ലോ. അങ്ങനെ അപ്പോൾ ഞാൻ എൻ്റെ ഒതുക്കലേക്ക് കിടന്നു വിട്ടാ. അപ്പോൾ ഇത് നമ്മളുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലർ പഴയ ഫോട്ടോസ് കണ്ടിട്ടാണ് അതിൽ നിന്നാണ് നമുക്ക് അയക്കുക. ഇന്ന ഫോട്ടോ ആൻറ്റി എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും കുറേ മുമ്പ് എടുത്തിട്ടുള്ള ഫോട്ടോസാണ്. അപ്പോൾ അവർ ആ വീഡിയോസിൽ നിന്ന് എടുത്തിട്ടാണ് എനിക്ക് ചിലപ്പോൾ അയക്കുക. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ സെലക്ട് ചെയ്ത്, ചിലപ്പോൾ ഉണ്ടാവില്ല, ചിലപ്പോൾ ഡിസൈൻ ഒന്ന് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ചോദിച്ചത് ഒരു 90% സാധനങ്ങളും നമ്മളുടെ കയ്യിലുണ്ടാവും. അതുകൊണ്ട് നിങ്ങളോട് പറയുന്നു, പണ്ടത്തെ വീഡിയോസിൽ നിന്നൊന്നും എടുത്തിട്ട് ഓരോ പാറ്റേൺ മാലകളോ വളകളോ ഒരു വിധമൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവും. പക്ഷേ മാലകൾ ഒന്നും ചിലത് ഉണ്ടാവില്ല കേട്ടോ. കാരണം അത്രയും പഴയത്, ചിലവർ 4 വർഷം മുമ്പത്തേക്ക് ഫോട്ടോസ് എടുത്തിട്ട് നമുക്ക് സെൻഡ് ചെയ്തിട്ട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അത് ഉണ്ടായിന്ന് വരില്ല. ഇത് അഷ്ടലക്ഷ്മി. ഇപ്പോൾ കല്യാണ പെണ്ണുങ്ങളെല്ലാവരും ഒരു വള ഇത് യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഹിന്ദുസിൻ്റെ ഒരുവിധം എല്ലാവരുടെയും കൈമേ ഒന്നുകിൽ ഒരു അഷ്ടലക്ഷ്മി അല്ലെങ്കിൽ ലക്ഷ്മിയുടെ വള ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം എൻ്റെ കയ്യിലിപ്പോൾ ഒരു 90% ആൾക്കാരും ലക്ഷ്മി വാങ്ങിക്കാത്തവരില്ല എന്നാണ് എനിക്ക് തോന്നണേ. ചെറിയ വില തൊട്ട് വലിയ വില വരെയുണ്ട്. ഇതൊക്കെ നോർമൽ ലക്ഷ്മിയാണ്. ഇതിൻ്റെ തന്നെ സ്റ്റോൺസ് ഉള്ളതുകൊണ്ട് ഇതിപ്പോൾ ഒരു കല്യാണ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പുറത്തും ഇപ്പുറത്തും ഇട്ടിട്ട് കുറേ പേര് അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ഓരോ പ്രാവശ്യം കൊണ്ടുപോകുമ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മറ്റേതിനേക്കാളും കനം കുറവാണ് ഇത്. അപ്പോൾ അതനുസരിച്ച് വിലയ്ക്കും ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ. ഇത് കുറവാണ്, മറ്റേത് കുറച്ചും കൂടി നിങ്ങൾക്ക് കണ്ടറിയാലോ, ഇങ്ങനെ കുറച്ചും കൂടി രൂപങ്ങളൊക്കെ തെളിഞ്ഞ് പൊന്തി നിൽക്കുന്ന ലക്ഷ്മിയാണ്. ഇത് ശരിക്കും ഒരു ഡൈ പോലെയുള്ളൂ, അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ കുറേ തരം ലക്ഷ്മിയും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കല്യാണക്കാർ, ഇത് സീതാ സ്വയംവരാണ്. നമ്മുടെ മറ്റേ രാമനും ലക്ഷ്മണനും സീതയും കൂടിയിട്ടുള്ള സംഭവമാണ് കേട്ടോ. അത് സീതാ സ്വയംവരം തന്നെയല്ലേ, അങ്ങനെ തന്നെയാണ് പറയുക.
അതാണ് കേട്ടോ ഈ സംഭവം. അതുമ്മേ ഈ പറഞ്ഞ പോലെ കല്ലുണ്ട്. ഇത് സ്പ്ലിറ്റ് ബാങ്കിളാണ് ഈ റൂബി. ഇതന്നെ റൂബി വൈറ്റും ഉണ്ട്. റൂബി വൈറ്റ് അല്ല, വൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇന്ന് ഓർഡർ കിട്ടിയിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ സംഭവം പഴയ ഫോട്ടോസിൽ നിന്ന് എടുത്ത് തന്നെങ്കിൽ അത്ര പഴക്കമില്ല. അതുകൊണ്ട് സാധനം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ചിലത് മാത്രമാണ് ഇല്ലാണ്ടിരിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ ചോദിക്കാണ്ടിരിക്കേണ്ട. ചിലപ്പോൾ നിങ്ങളുടെ അളവിലുണ്ട്. ഈ സ്പ്ലിറ്റ് ബാങ്കിലൊന്നും പ്രശ്നമില്ല. ചിലപ്പോൾ ഈ അളവ് വളകളാണ്. അപ്പം ഞാൻ ആര് ചോദിക്കുമ്പോഴും ഞാൻ കറക്റ്റായിട്ട് ചാർട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും അയക്കുന്നുണ്ട്. കാരണം ഒരു സംശയം വേണ്ടാന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കിട്ടുന്നവരുടെ എല്ലാവരുടെയും വളകൾ കറക്റ്റ് സൈസിലാണ് കിട്ടണത്. അല്ലെങ്കിൽ എങ്ങനെയാ ചെയ്യും, ആൻറ്റി ഇത്തിരി ചെറുതായി അല്ലെങ്കിൽ ഇത്തിരി വലുതായി എന്ന് എപ്പോഴും പറയും. കാരണം അവർ എനിക്ക് 2.6 മതിയാവും ആൻറ്റി എന്ന് പറയും. ചിലപ്പോൾ അത്ര വേണ്ടി വരില്ല. അങ്ങനെയായിരുന്നു. അതുപോലെ ഈ വീതിയുള്ള ഈ ലക്ഷ്മിയുടെ വള ഭയങ്കര ഭംഗിയാട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ ഇതേ കഴിഞ്ഞ ആഴ്ചയിൽ 3 or 4 പോയിട്ടുണ്ട്. അതായത് ഈ ഒരൊറ്റ കാപ്പിട്ടാൽ മതി. ഇപ്പോൾ ഓർണമെൻറ്റ്സ് അങ്ങനെ അധികം ആരും എടുക്കണില്ല, പ്രത്യേകിച്ച് സ്വർണം. അപ്പോൾ ഇത് ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ ഒരു നല്ല ഒരു വീതിയുള്ള ഒരു വളയാണ് കേട്ടോ. ഇപ്പോൾ ഗോൾഡ് ആയതുകൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതാവുമ്പോൾ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിൽ ഇടാം. കാരണം സ്വർണ്ണം അല്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് അപ്പാപ്പനും മോനും സുഖമായിട്ട് കിടന്നുറങ്ങി. ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റി റൂമൊന്ന് മൊത്തത്തിലൊന്ന് ഒതുക്കിയിട്ടാണ് ഇന്ന് കിടന്നത് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇന്നിപ്പോൾ മഴ പെയ്തിട്ടില്ല, പെയ്യാനുള്ള എല്ലാ ലക്ഷണവും ഉണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ന് പാവർട്ടിയിലേക്ക് പോകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പിള്ളേരെയും വെച്ച് പോകാനായിട്ട് എളുപ്പമല്ല. കാരണം ഇന്ന് അവിടെ ഊട്ടിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഇരുന്ന് മനസ്സിൽ കാണുമായിരുന്നു. പക്ഷേ പോകാനായിട്ട് ഒരു നിവൃത്തിയില്ല. അപ്പോൾ നാളെ മാർച്ച് 19 ഔസേപ്പിതാവിൻ്റെ മരണത്തിരുന്നാളാണ്. എനിക്ക് ഈ ഒരു ഫോട്ടോ ഒരു മോൻ അയച്ചു തന്നതാണ്. അപ്പോൾ എന്താ പറയുക, എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മളുടെ മനസ്സറിഞ്ഞ് ഇങ്ങനെ ഓരോന്ന് അയച്ചു തരുമ്പോൾ. അപ്പോൾ ഇന്ന് ഇതായിരിക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ.